ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഇങ്ങ് അടുത്തെത്താറായി. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലോ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കുറച്ച് ഡിന്നർ റെസിപ്പീസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാത്തുവിന് ഭയങ്കര നിർബന്ധമൊക്കെ ക്രിസ്മസ് ട്രീ വേണമെന്ന്. അങ്ങനെ നമ്മളൊരു ചെറിയ ട്രീ വാങ്ങി അത് അത്യാവശ്യം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്തു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. പാത്തു പറഞ്ഞത് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ബട്ടറും മൈദയും സോഡാപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാമെന്നൊക്കെ കേട്ടോ പാത്തു പറഞ്ഞത്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് സ്കൂളിൽ പിള്ളേർക്ക് കൊടുത്തു വിടുകയും ചെയ്യാം. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യാനും പറ്റുന്ന ഒരു കപ്പ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട, അതുപോലെ തന്നെ 1.5 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 തവണ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 125 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ച പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പിലാണ് കേട്ടോ. പിന്നെ ആദ്യമേ തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ബീറ്റർ വെച്ചിട്ട് നമുക്കത് ബീറ്റ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 1 കപ്പ് ഇടുക. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ ഈ 1 കപ്പ് എന്നുള്ള അളവ് പഞ്ചസാര കൂടി പോകും കേട്ടോ. അതുകൊണ്ടാണ് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ഇടാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെ നമ്മൾ ബട്ടറും ആ ഒരു പഞ്ചസാര പൊടിച്ചതും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട 2 കൂടെ ഒന്നിച്ച് പൊട്ടിച്ചൊഴിക്കേണ്ട. 1 മുട്ട ഒഴിച്ചതിന് ശേഷം അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് ടൈം നമ്മൾ ഇട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് പിരിഞ്ഞ പോലെ നമുക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് കൊടുത്ത് നമ്മൾ 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ആ മുട്ടയുടെ ആ ഒരു ടേസ്റ്റൊക്കെ മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ കുറച്ച് കട്ടിയായിട്ട് വരുന്നത് പോലെ ബാറ്റർ. ആ ടൈമിൽ നമ്മൾ തിളപ്പിച്ചാറിയ പാല് 1 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വേണം നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം പാൽ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് പോവുക. അങ്ങനെ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അത് പ്രീഹീറ്റ് ആകുന്ന ടൈം കൊണ്ട് നമുക്ക് കപ്പ് കേക്കിൻ്റെ ലൈനർ വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ബാറ്റർ കുറച്ച് 1 സ്പൂണൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പം ഒരേ അളവിൽ എല്ലാ കപ്പ് കേക്കിനും ബാറ്റർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനൊന്നത് ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പ്രീഹീറ്റ് ആയ ടൈം കൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഓവനിലേക്ക് നമ്മുടെ കപ്പ് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം 180 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നിങ്ങളിത് കുക്കായോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പ് കേക്കാണ്. കേക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇഷ്ടമായോ? സ്കൂളിൽ കൊണ്ടുപോണ്ടേ? അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ആണെങ്കിൽ ചൂടോടുകൂടി തന്നെ പാത്തു കഴിക്കാനായിട്ട് തുടങ്ങി. പിന്നെ നമ്മുടെ നെയ്ബറിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കപ്പ് കേക്ക് കൊണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബാച്ചിലേഴ്സിനൊക്കെ സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ട് അത് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ തിന്നായിട്ട് അരിയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരും കേട്ടോ.
പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ചെറുതായിട്ട് അരിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സവോളയൊക്കെ ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി നമ്മൾ പിടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, പിടിയും ചിക്കൻ കറിയും. അപ്പോൾ പിടിയുടെ റെസിപ്പിയൊക്കെ ഇതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം, ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. 1.25 കപ്പ് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഇത് മൂടി വെച്ചിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടാറി കഴിയുമ്പോൾ അത് ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് പാസ്തയുടെ റെസിപ്പി. അപ്പോൾ പാസ്തയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പിൽ പാസ്ത എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് 240 ml കപ്പിൽ 1 കപ്പിൽ പാസ്ത എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ചധികം വെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ചിക്കൻ മസാല, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ പാസ്ത നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാസ്ത ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പ്രസ്സായി വരണം. ആ ഒരു കണക്കിന് നമുക്കിത് വേവിച്ചെടുക്കണം. അങ്ങനെ പാസ്ത വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. അങ്ങനെ പാസ്ത നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി അതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ പൊടികളൊക്കെ പാത്രത്തിന് അടുക്കി പിടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല റെഡിയായി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 1 കിലോ ചിക്കൻ്റെ മസാലയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കിലോ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇനിയിപ്പോൾ നമ്മളൊരു 3-4 മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 3-4 മിനിറ്റ് അങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പിടിക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് തേങ്ങാപ്പാലിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഇത് 2ാം പാലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. 2 കപ്പ് 2ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2ാം പാലിൽ കിടന്നിട്ടാണ് നമ്മൾ ആ പിടിക്ക് വേണ്ടിയിട്ട് കുഴച്ചിട്ടുണ്ടായിരുന്ന മാവ് ഞാൻ ചെറിയ ബോൾസാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ആ ഒരു ബോൾസ് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റീം ചെയ്തതിന് ശേഷം ഈ തേങ്ങാപ്പാലിലിട്ടും വേവിക്കാം. രണ്ടും ടേസ്റ്റാണ്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം തേങ്ങാപ്പാലിലിട്ട് വേവിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. സമയമില്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ഒരുപാട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ആ ഒരു ബോൾസൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് കുറുകി വറ്റി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ബോൾസൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ 1 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാടിട്ട് തിളപ്പിക്കരുത്, അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ചിക്കൻ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് 3-4 കൊച്ചുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ
2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അത് ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് വറുത്തും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ കറിക്ക്. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതിയാകും. ഒരു അരമണിക്കൂറൊക്കെ നമുക്കിതിങ്ങനെ മൂടി വയ്ക്കാം. ഗിവ് മീ മണിയോ? എന്തിനാ? ചുമ്മാതെയോ? ഒരു ഡോണറ്റ് തരാവോ? പിന്നെ എന്താ ഉള്ളേ? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടോ? എന്നാ അത് താ, ഒരു പ്ലേറ്റ്. Thank you. Give me paisa. Huh? Give me paisa. Give me paisa. കഴിഞ്ഞോ? ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പാത്തു നല്ല കളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ പോപ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത 400 ഗ്രാമോളം ചിക്കൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ പീസസിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വെച്ചിട്ട് ഗരം മസാലയും അതുപോലെ ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്ന ഇതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ. ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു ചിക്കൻ പീസസിലേക്ക് എല്ലാം ആ ഒരു മസാല എത്തണം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രൈ ചെയ്യേണ്ടത് ആ ഒരു ടൈമിൽ ഫ്രൈ ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ ഇത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂട്ടത്തിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഗരം മസാലയും ചില്ലി പൗഡറും നമ്മൾ ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പം ചിക്കൻ പീസസ് ഇതിലേക്ക് മുക്കി കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് ഈ ഒരു ചിക്കൻ പീസസ് ഈ ഒരു പൊടിക്കകത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ സൈഡും എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ എണ്ണ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു ചെറിയ കുഴിയൻ പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണ വേസ്റ്റ് ആവത്തില്ല. അതുപോലെ തന്നെ നന്നായിട്ട് ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഇതെപ്പോഴും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ എണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് തിരിച്ചും മറിച്ചു വിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തിളച്ച എണ്ണയിലേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ചിക്കൻ പീസസ് റെഡിയായി കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പോപ്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തതിന് ശേഷം രണ്ടാമത്തെ തവണയും അങ്ങനെ തന്നെ നമ്മൾ അതിലേക്ക് മുക്കി പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്പി ചിക്കൻ പോപ്സ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും അല്ലെങ്കിൽ മയണൈസിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പിടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാസ്ത ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ പാസ്ത നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ, 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് നമ്മൾ പാസ്തയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ പാസ്ത ഇനിയിപ്പോൾ വെജിറ്റേറിയൻകാരാണെങ്കിൽ ഈ ഒരു ചിക്കൻ ഒഴിവാക്കിയാൽ മാത്രം മതിയാകും. പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റിയതിന് ശേഷം കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഈ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമ്മുടെ പാസ്തയിലേക്ക് വരുമ്പോഴാണ് നല്ലത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മൈദ കരിയാതെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ മൈദ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചെറു ചൂടുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് തൊട്ട് 1.25 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പാസ്ത വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം പാലും മൈദ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തീർത്തും ഓപ്ഷണലാണ്. ചീസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചീസ് ഇട്ട് കൊടുക്കാം, ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് സോസ് ചിക്കൻ പാസ്തയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ഞാനിപ്പം ഒരു 2-3 നുള്ളോളം ഒറിഗാനോവും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു എരിവും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ വരാനായിട്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് സെപ്പറേറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്നുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ചിക്കൻ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ലാസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ റെസിപ്പീസും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസി ചിക്കൻ കറി പിടി. അപ്പോൾ പിടിയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ കപ്പ് കേക്ക്, ചിക്കൻ പോപ്സ്, ക്രിസ്പി ചിക്കൻ പോപ്സ് വിത്ത് ടൊമാറ്റോ സോസ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചിക്കൻ പാസ്തയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചിക്കൻ വിഭവങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പാസ്തയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ത ചൂടോടുകൂടി മാത്രമാണ് കഴിക്കാൻ ടേസ്റ്റ്. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സോസൊക്കെ കട്ടിയായി പോകും കേട്ടോ. എങ്ങനെയുണ്ട്? യമ്മി? എല്ലാം അടിപൊളിയാണോ? അത് ശരി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ നമ്മുടെ നെയ്ബേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ദിനു ആണെങ്കിൽ ചിക്കൻ പോപ്സ് ട്രൈ ചെയ്യണം, ദിനു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമാണ് ഈ ഒരു ചിക്കൻ പോപ്സിൻ്റെ റെസിപ്പി. അത് മയണൈസിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ്, ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ്. പിന്നെ നമ്മൾ 3 പേരും കൂടെ ഒന്നിച്ച് ഡിന്നർ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിന്നർ ഉണ്ടാക്കാനായിട്ട് ടെൻഷനായിരിക്കും എന്തുണ്ടാക്കണമെന്ന്. നമ്മൾ കുറച്ചൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അധികം സാധനങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്യേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പീസൊക്കെ ഇത്തവണ ക്രിസ്മസിന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ പാസ്തയൊക്കെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പിയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.